20 ചന്ദന മരങ്ങളോട് കൂടിയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് പ്രൊജക്ട്സ് നിങ്ങൾക്ക് അതിന്റെ ഭാഗമാവാം. അതിൽ മുടക്കേണ്ട തുക 25 ലക്ഷം രൂപ. അപ്പൊ എന്താ ലാഭം മതി? 10 മുതൽ 15 കൊല്ലം കഴിയുമ്പോൾ ചന്ദന മരങ്ങൾ മുറിച്ച് ഗവൺമെന്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് 2 മുതൽ 5 കോടി രൂപ വരെ. അതിന് വിൽക്കുന്ന പേരാണ് അഗ്രികൾച്ചർ ഇൻകം. 15 വർഷം കഴിഞ്ഞ് ഭൂമി വിറ്റാൽ ലാൻഡ് അപ്രീസിയേഷൻ, റിയൽ എസ്റ്റേറ്റ് ഇൻകം എത്രയാണോ ആ സമയത്ത് അത്. ഒന്നാമത്തെ പ്രശ്നം വരുമാനമാണെങ്കിൽ, രണ്ടാമത്തത് അതിന്റെ കൂടെ എന്തുണ്ട്? രണ്ടാമത് നമുക്ക് പറഞ്ഞ ചന്ദ്രത്തോപ്പില് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, അഗ്രികൾച്ചറിന്റെ കൂടെ റെന്റൽ ഇൻകം അല്ലെ, അവിടെ കോട്ടേജ് ഉണ്ട്, കോട്ടേജിന്റെ വരുമാനം വാടക. ഈ മൂന്നാമത്തെ പ്രശ്നത്തിന്റെ പ്രത്യേകത, ഇവിടെ ഈ 3 എണ്ണത്തിന് പുറമെ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾ, ചിക്കൻ, ഫിഷ്, എഗ് തുടങ്ങിയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇതിന്റെ അകത്തുണ്ട്. അപ്പൊ എന്തെങ്കിലും വരുമാനം കുറച്ചും കൂടെ മറ്റതിനേക്കാളും കൂടുതൽ കിട്ടുന്നു. ഓക്കെ, അപ്പൊ ഇതില് പശുക്കൾ വരുന്നുണ്ട്, ഫാം ടൂറിസം ഉണ്ട്, ദെൻ സാൻഡൽ ഉണ്ട്, 3000 ചന്ദനമരങ്ങൾ വരുന്നുണ്ട്, നഴ്സറി ഉണ്ട്, ദെൻ സാൻഡൽ റിസർച്ച് സെന്റർ. അങ്ങനെ ഇത് ടോട്ടൽ വരുന്നത് 12 ഏക്കർ സ്ഥലത്താണ്. മറ്റേത് 10 ഏക്കർ ആയിരുന്നു. ഇപ്പൊ ഇന്നലെ ഒരു 80 സെന്റ് ഇവിടെ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട് ഇൻവെസ്റ്റേഴ്സ്. 10 ഏക്കർ നമ്മുടെ പ്രൊജക്ട് ഇന്നലെ 80 സെന്റ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് 11 ഏക്കർ 30 സെന്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അവിടെ നമ്മൾ തൊട്ടപ്പുറത്തുള്ള ഒരു വീട് കൂടെ ഇന്നലെ വാങ്ങി സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പൊ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഇത് വരുന്നത് 12 ഏക്കറിൽ വരുന്നത് 7 ഏക്കറിൽ ഇന്റഗ്രേറ്റഡ് ഫാമിങ്ങും സാൻഡൽ റിസർച്ച് സെന്റർ 1 ഏക്കറിലും എ ഫ്രൈ കോട്ടേജ് 60 ആണ്. ഇതിലുണ്ട് 60 കോട്ടേജുകൾ. ഓക്കെ, അപ്പൊ ഇതില് വരുമാനം കിട്ടുന്നത് 1 ഇന്റഗ്രേറ്റഡ് ഫാമിംഗിന്റെ വരുമാനം, 2 ഫാം ടൂറിസം, 3 സാൻഡൽവുഡ്, 4 നഴ്സറി, 5 സാൻഡൽ റിസർച്ച് സെന്റർ, പ്രോപ്പർട്ടി വാല്യൂ അപ്രീസിയേഷൻ. ഇങ്ങനെ ഇതിൽ ടോട്ടൽ കമ്പനിക്ക് ഇട്ട വാല്യൂ 100 കോടി രൂപയാണ്. 100 കോടി. ഇതിന് കിട്ടുന്ന വരുമാനം ഇയർലി കമ്പനി പ്രതീക്ഷിക്കുന്ന ഇൻകം 36 കോടി രൂപയാണ്. അതായത് 100 കോടി ഇൻവെസ്റ്റ് ചെയ്ത് അടുത്ത കൊല്ലം ഇത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുമാനം വരുമ്പോൾ 36 കോടിയാണ് ഒരു വർഷത്തെ ടോട്ടൽ കിട്ടുന്ന കമ്പനിയുടെ റവന്യൂ. ഇവിടെ നമുക്ക് പറഞ്ഞ ചന്ദനത്തോപ്പിൽ എത്ര കോട്ടേജസ് ആണെന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ? നമുക്ക് പറഞ്ഞ ചന്ദനത്തോപ്പിൽ എത്ര കോട്ടേജസാ? എത്ര? 150 അല്ലെ? അപ്പൊ ഈ 150 കോട്ടേജുകൾ പെർ ഡേ വാടക കൊടുക്കുന്ന എത്രയ്ക്കാണ്? 20,000 അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം, 150 ഇൻറ്റു 20,000 ഇൻറ്റു 365. ഓക്കെ, ഒരു വർഷത്തെ വരുമാനം എത്രയാണ്? 150 ഇൻറ്റു